ചേട്ടാ, നമുക്കറിയാം നിങ്ങള് ചെറുകുളത്തൂര് ഏറ്റവും കൂടുതൽ വീടുകളിൽ ശവസംസ്കാരം നടത്തിയിട്ടുള്ള ആളാണ്. ആചാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശവസംസ്കാരം നടക്കുകയാണെങ്കിൽ അവിടെ ഗോവിന്ദുട്ടേട്ടൻ ഉണ്ടാവും. അല്ലാത്ത ഉത്സവവേദികള്, കല്യാണ ചടങ്ങുകള്, വിരുന്നുപോക്കുകള്, വീട് വിട്ടുവീഴ്ചകള്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഗോവിന്ദുട്ടേട്ടനെ കാണില്ല. എന്താ ഇപ്പൊ ഇതിന്റെ ഒരു ന്യായം? അത് ബൂർഷ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവിടെ എന്ന് വെച്ചാൽ പൊങ്ങച്ച സംസ്കാരം എന്ന് നമ്മൾ പറഞ്ഞില്ല. കാരണം വെച്ചാൽ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുക എന്നല്ലാതെ അതിൻ്റെ അകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ കഴിവ് കാണിക്കുന്ന സമയത്ത് അത് നാട്ടിലുള്ള പിന്നോക്ക വിഭാഗം, പക്ഷേ കീഴാള പക്ഷത്തിന് തെറ്റായ ഒരു മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കഴിയാവുന്നതും മാതൃകാപരമായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞാൽ ആ മാതൃക ഇവിടുത്തെ കീഴാളപക്ഷം ചിലർ അറിയാതെ ഉപയോഗിച്ച് ദാരിദ്ര്യവും പട്ടിണിയും കടത്തിലും പെട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു സർവേ നടത്തിയ സമയത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ആത്മഹത്യൻ്റെ പ്രധാന കാരണങ്ങൾ കടം വന്നിട്ടാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു വെച്ചാൽ കടം വരുന്നത് കല്യാണവും ഒരയുണ്ടാക്കലും ആണ്. അതിൽ കണ്ടമാനം കടം മേടിച്ച ആൾക്കാർ തൊലയുന്നത് ആവശ്യത്തിനുള്ളതല്ല. ഒരു ഉണ്ടാക്കുന്നത് വീടുകളൊക്കെ പലതും എന്ന് പറഞ്ഞു വെച്ചാൽ ഉണ്ടാക്കുന്നത് പ്രദർശനത്തിനാണ്. കാരണം ആവശ്യത്തിനേക്കാൾ കൂടുതൽ വലിയ വീടുകൾ ഉണ്ടാക്കുക. അതേമാതിരി തന്നെയാണ് ഇന്ന് എന്ന് വെച്ചാൽ കല്യാണത്തിനൊക്കെ ഭക്ഷണം അതും ഇതൊക്കെ ഉണ്ടാക്കിയാൽ ആവശ്യത്തിന് അപ്പുറം പല ജാതി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും കഴിഞ്ഞിട്ട് കുറേ കൊണ്ടുപോയി കഴിഞ്ഞ് കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. തികയാത്ത അവസ്ഥയില്ല. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം കുറേ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ പോലുണ്ടായിനി. കാരണം തികയൂല. ഇന്നതല്ല, ഇന്ന് കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയിലേക്ക്. അതൊക്കെ ദുർവ്യയാണ്. അതിൻ്റെയൊക്കെ ഒരു മാതൃകയാണ് ഇന്നത്തെ ഈ പൊങ്ങച്ച സംസ്കാരം. അതുകൊണ്ട് അതിന്ന് ഞാൻ മാറി നിൽക്കില്ല. കഴിയാവുന്നതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കഴിയാവുന്നതും, അത് പ്രത്യേകം പറയുന്നത്, കാരണം എല്ലാം കഴിയൂല. നമുക്ക് കഴിയാവുന്നതും മാതൃകാപരമായിരിക്കണം നമ്മളെ ഓരോ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് മാർക്സിസം ഗോവിന്ദുട്ടേട്ടനെ പഠിപ്പിച്ചത്. അതെ.